നീ പദം പറഞ്ഞിട്ട് എന്തോ കാര്യം അത് മറന്നു കളാ നീ. എന്താ അവിടെ വേണം? എന്താണ് ഇവിടെ വെള്ളം കേൾക്കുന്നത്? ഇനിയിപ്പോ പ്രേതലോകത്ത് ആരെങ്കിലും മരണം വല്ലോ നടത്തണം. ഒറ്റ അടിക്കാൻ തരും. അതോ പ്രേതലോകത്ത് ആരെങ്കിലും മരിക്കൂടാ? ശരിയാണല്ലേ ചാത്തൻ ചേട്ടാ, എന്താ ഒരു കരച്ചിലും വെള്ളം കേട്ടാ? ഓ ഒന്നും പറയണ്ട. പ്രേതലോകത്ത് മുഴുവനും നാണക്കേടുണ്ടാവുന്ന ഒരു സംഭവമായിട്ട് അതെന്ത് പറ്റി? നമ്മുടെ തറവാട്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്ന തങ്കവല്ലി എന്ന് നിനക്കറിയാവോ? അറിയാം. തങ്കവല്ലിയുടെ മോള് നാഗവല്ലി ഡാൻസ് ഓടിക്കാൻ പോകുന്ന കൊച്ചു. അറിയത്തില്ല എനിക്ക്. ആ കൊച്ചു ആ രാമനൂടെ ആ നമ്മുടെ വീട്ടിൽ ചെന്ന് കയറിയുള്ള പ്രശ്നങ്ങളും തളച്ചിട്ടതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. മാടപ്പള്ളിയില് മാടമ്പള്ളി ചെന്ന് കയറി. പക്ഷെ അവക്ക് ചതുവ് പറ്റിയ കാര്യം അവൾ ഇന്ന് അറിഞ്ഞു. ഈ നകുലന് പോലെ ഒരു തടിയുടെ ഒരു പ്രതിമയാ, ഡമ്മി പ്രതിമ അവള് കൊന്നെന്നുള്ള കാര്യം അറിഞ്ഞ അന്നേരം മുതൽ തൂങ്ങിച്ചാവണം, വെള്ളത്തിൽ ചാടിച്ചാവണം എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞ് എന്തോ ഒരു ബഹളം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അറിയാം. ഞാനേ ഈ വാള് കൊണ്ട് എന്റെ ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് ഞാൻ ചാകും. എന്തോ ഒരു മണ്ടത്തരോ ഈ പറയുന്നത്. ഒന്നാമത് രക്തമില്ലാതെ പരത്താപങ്ങൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ വില കൂടിയിരിക്കുന്ന സമയത്ത് ഉള്ള രക്തം നീ ഊറ്റിക്കളയല്ലേ കൊച്ചേ. അമ്മാവനറിയോ, എനിക്ക് ഈ പ്രേത ലോകത്തോട് നടക്കാൻ പറ്റുന്നില്ല അമ്മാവ. എല്ലാരും എന്നെ കളിയാക്കുക. എന്താ പറഞ്ഞു? ഡാൻസ് ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോ പിള്ളേർ എന്ത് പറഞ്ഞാ കളിയാക്കുന്നറിയോ? ചമ്മിയെ വെട്ടിയ ചമ്മിയ നാഗോലിന്ന്. സ്വന്തം താത്തമാവനാടി പറയാ വാള് വെക്കുമോളെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിലുള്ള മനുഷ്യന്മാരെ എല്ലാരെയും കണ്ണുടച്ച് നീ വിശ്വസിക്കരുത്. പ്രേതങ്ങളെ എങ്ങനെ വേണേലും വിശ്വസിക്കാം, പക്ഷെ മനുഷ്യന്മാർ നമ്മുടെ കൂടെ ഇത് ചതിക്കുമ്പോൾ. അതെനിക്ക് മനസ്സിലായി അമ്മാവ. ആ മേപ്പാടെന്ന് പറഞ്ഞ ആള് പോട്ടെ, ഈ സണ്ണി എന്ന് പറഞ്ഞവന് കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ. അയാൾ എന്നെ ചതിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്കറിയോ, ആ നകുലെന്ന് പറഞ്ഞവനില്ലേ എന്റെ മുമ്പേ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടതാ. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ. നല്ല പെടക്കണ നകുലനെ പടക്കുന്ന പോലെ പറയുന്ന പോലെ നകുലന്റെ കാര്യം. എന്നിട്ടേ ഈ വാൾ എന്റെ കയ്യിലോട്ട് എടുത്തു തന്നെ ഞാൻ ആ വാൾ ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് ആ മേപ്പാടിന് ഏതാണ്ട് ഒരു പൊടി എടുത്തിട്ട് ആ തീ കൊടുത്തിട്ട് ഒറ്റ ഇടല് നോക്കിയപ്പോ ഒരു വലിയൊരു തീകോളം നിറച്ചും പോകുകയും എന്റെ കണ്ണിലാണെങ്കിൽ നിറച്ചും പൊടിയും കയറി എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഗ്യാപ്പിൽ ആ സണ്ണി എന്ന് പറഞ്ഞ വൃത്തികെട്ടവനില്ലേ നകുലൻ കിടന്ന പലക എടുത്ത് ഒരു ഒറ്റത്തിരിക്കല്. ആ സമയത്ത് ഡെമ്മിയാണ് എന്താന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കാണാൻ പറ്റിയില്ല. എനിക്ക് അങ്ങോട്ട് ആവേശം മൂത്തിരിക്കല്ലായിരുന്നോ. ഞാൻ അങ്ങോട്ട് ചന്നം പിന്നം വെട്ടി. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല ഇവരെന്നെ പറ്റിക്കുവാന്ന്. ഞാൻ നേരെ ആ രക്തമൊക്കെ എടുത്ത് തലയിൽ വെച്ച് നിർവൃതി അടഞ്ഞ്. പക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എന്താന്നറിയോ, എന്റെ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ആ ഗംഗയുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോക്കോളാന്ന്. പക്ഷെ ഞാനത് ചെയ്ത്. കാരണം നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. ഇനിയിപ്പൊ തിരിച്ചു കയറാന്നും പറഞ്ഞിട്ട് ആ ഗംഗേനെ അന്വേഷിച്ചപ്പോ ഗംഗ അങ്ങ് ദുബായിലാന്ന്. എനിക്കാണെങ്കിൽ പോകാൻ പാസ്പോർട്ടും ഇല്ല. സബ്ജക്ട് എഴുതിയെടുക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരാ മേപ്പാട് തിരുവേനിയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേരെ ഞാൻ ആണിയടിച്ച് പലയിടത്ത് തറച്ചേക്കുന്നത്. ഇതിന് മാത്രം ആണിയടിച്ചിറക്കാൻ നമ്മളെന്തോ കലണ്ടറോ? പക്ഷെ എനിക്ക് എന്റെ പ്രതികാരം ചെയ്യണം. നിങ്ങൾ ആരും കൂട്ടിലും ഞാൻ എന്റെ പ്രതികാരം ചെയ്യും. ഞാൻ പറയുന്നത് നീ കുറച്ചൊന്ന് വ്യക്തമായിട്ട് കേൾക്കണം. പണ്ടത്തെ പോലെ ചാടിക്കേറി തെക്കിനിലൊന്നും ചെന്ന് കയറാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ മേപ്പാട മന്ത്രവാദി സൈക്കാട്രിസ്റ്റ് സണ്ണിയൊക്കെ ഒരുപാടങ്ങ് വളർന്നു മോളെ. ഒന്നാമത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ കാലമാണ്. ഇവക്ക് രണ്ടാമത് നകുലിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ചെന്നാൽ അവര് വരാൻ പറയും. എന്നിട്ട് ആ രീതി വെച്ചിട്ട് ഒരു 10-20 നകുലിനെ ഉണ്ടാക്കും. ഈ കുഞ്ഞു വിച്ചാത്തി വെച്ചിട്ട് ഇവളെ എത്ര എണ്ണത്തിനെ വെട്ടിയെന്ന് വെച്ച് വരാതെ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അബദ്ധം പറ്റാതിരിക്കാൻ നല്ലൊരു പ്ലാൻ വേണം. ആലോചിച്ച ചെയ്യാവൂ. അത്രേ ഉള്ളൂ. നല്ലൊരു പ്ലാൻ ഉണ്ട്. ഞാൻ തമിഴത്തിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്റെ അമ്മ വീട് എവിടെയാന്ന് അറിയാലോ. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന്. എനിക്കൊരു പ്രശ്നം ഉണ്ടായാലേ എന്റെ മച്ചാൻ ഇങ്ങോട്ട് വരും. അറിയത്തില്ല നിങ്ങൾക്ക്? കാഞ്ചന. കാഞ്ചന എന്ന് പറയുന്നത് ആണാണോ അതോ പെണ്ണാണോ? ആണിലും പെടും പെണ്ണിലും പെടും. അപ്പൊ അവൻ വന്നാൽ നിനക്കൊരു തീരുമാനം ഉണ്ടാക്കി തരും. അതിനോട്ട് ധൈര്യമായിട്ട് വിളിക്കുവാണോ കാഞ്ചനെ? വിളിക്കട്ടെ. കാഞ്ചന.
കാഞ്ചന. ഇങ്ങനെ ചിരിക്കുന്ന ഈ കാഞ്ചന എന്ന് വെച്ചാൽ പകുതി ആമ്പിള് പകുതി പമ്പള്. അത് കൊടുത്താൽ ആദ്യം ആമ്പിള മാതിരി സിരിക്കും, പിന്നെ പമ്പള മാതിരി സിരിപ്പ് മുടിക്കും. ഇത് കേട്ട കൂപ്പിട്ട അച്ഛാ, ഞാനിപ്പോ വലിയൊരു പ്രശ്നത്തിലാ. എന്നാ പ്രശ്നം? പിന്നെ ഞാൻ പണ്ട് നകുലെന്ന് പറഞ്ഞ ഒരുത്തനെ കൊന്നില്ലായിരുന്നോ? അത് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ ഡെമ്മീനെയാ വെട്ടിയെന്ന്. ആ നകുലൻ ചത്തിട്ടില്ല. എനിക്ക് നകുലനെ വേണം. എനിക്ക് നകുലിനെ കൊണ്ട് താ. നകുല அந்த மாதிரி ஒரு கொலையை பற்றி நான் பார்த்திடல. ஏத்துக்குள்ள வாடுக்குள்ள என்ன பற்றி கொலை தெரியும். நகுல எந்த கொலை? നകുലൻ മറ്റേ മാടമ്പി തറവാടില്ലേ? அடா, ഇളയ തലമുറ നകുലൻ. கவலைப்படாத கவலைப்படாத சகோதரி, கவலைப்படாதே. அழாதே 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 அழாதே. என்ன விஷயம்? யாரு அவனோட பேரு என்ன? ഇവിടെ പേര് നകുലൻ. நகுல. யா നകുലൻ. തമിഴ്നാട്ടിൽ കളിച്ച കളി പോലല്ല. ഇവിടെ നോക്കി കണ്ട് ചെല്ലണം. കാര്യം ഈ അവിടെ കുറെ സൈക്കാട്രിസ്റ്റുകളും മന്ത്രവാദികളൊക്കെ ഉണ്ട്. ഓക്കേ, അതുകൊണ്ട് നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ നകുലിന്റെ അഡ്രസ് കൂട്. നകുലൻ, മാടമ്പള്ളി തറവാട്, തെക്കിനി പിയോ, ആലപ്പുഴ. வருவேன், கண்டிப்பா கொண்டு வருவேன், கண்டிப்பா கொண்டு வருவேன். അയ്യോ, കണ്ടിച്ചു കൊണ്ടുവരരുത്. ഇവിടെ ഇട്ട് ഞാൻ കണ്ടിച്ചോളാം. അതല്ല, ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരുമെന്ന്. അത് മതി. அந்த அட்ரஸ் അയ്യോ, பாத்துக்கோ, அது வரையும். ஓகே, போயிட்டு வரட்டுமா? പോയിട്ടോ. എന്ന് ഇപ്പോഴൊരു ആശ്വാസമായി. അതെ ചതൻ ചേട്ടാ, എനിക്കൊരു സംശയം. അതായത് ഈ പെണ്ണിന്റെ കൂടെ മരിച്ച വേറെ ഒരുത്തുണ്ടോ, രാമനാഥനോ? ഓ. അവൻ ഈ പകയം പ്രതികാരമൊന്നും ഇല്ലേ? അവൻ പകയം പ്രതികാരം പഠിച്ചിട്ട് കുറെ പിള്ളാരെ പിടിച്ച് രണ്ടാമത്തെ അലേ കയറി തോം 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 എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ നടത്തല്ലേ. അവൻ നിന്റെ കൂട്ടുകാരത് പറഞ്ഞാൽ എന്റെ കൺമുമ്പേ എങ്ങാനും വരുവാണെങ്കിൽ അത്രയ്ക്ക് മാനക്കേടാ ഈ കുടുംബത്തുണ്ടാക്കി ഒരു വെച്ചേക്കുന്നത്. കാര്യം ചെയ്യും, അവനെ കൊണ്ട് വിളി. ഈ കുടുംബത്തിൽ ഇത്ര പ്രശ്നം നടന്നത് അവനോട് ഡാൻസ് കളിച്ചോ. അങ്ങനെ വിളിച്ചാലൊന്നും രാമനാഥൻ വരത്തില്ല. എന്റെ ചിലങ്കയുടെ ശബ്ദം കേട്ടാലേ വരത്തുള്ളൂ. എന്നാ മക്കളൊന്ന് വിളി. രണ്ടു വാക്ക് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അത്രേ ഉള്ളൂ. നാഗവല്ലി അങ്ങ് സെറ്റപ്പായി, അങ്ങ് സുന്ദരി കുട്ടിയായി, ആടിപ്പൊളി. അവളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പറഞ്ഞാലും വേഗം പറയാം. എന്തിനാണ് വിളിച്ചത്? പിള്ളേർ അരമണിടത്ത് നിൽക്കുക അവിടെ സ്കൂളില്. ഇവൾ എന്റെ ചേഴക്കാരി, നീ എന്റെ ചേഴക്കാരനാണല്ലോ. അതെ, അതെ. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എടാ, നിന്നെ ഇവളാണോ തെക്കിലിട്ട് വെട്ടി മൂടിയത്? അതെ. എന്നിട്ട് നിനക്ക് വേണ്ടിട്ടാണ് ഇവള് പ്രതികാരത്തിന് പോയത്. നീ നട്ടലുള്ള ഒരാണാണോടാ? എന്നാ പറയാ? ആരോടാ ഈ ചോദിക്കുന്നത്? എടാ, നട്ടലുള്ള ഒരാണായ നീ ഇവിടെ ഇരിക്കുമ്പോ ഈ പെങ്കിന്റെ ഒറ്റയ്ക്ക് പ്രതികാരം ചെയ്യാൻ വിടുന്നത് നിനക്ക് അന്തസ്സെന്ന് പറയുന്നുണ്ടോടാ? ഉണ്ടോടാ? ഉണ്ടോ? ഒരുമാതിരി വർത്തമാനം അമ്മാമനൊക്കെ വേണോ നോക്കത്തില്ല കേട്ടോ. ഞാൻ കാലവാരി നിലത്തടിക്കും. എന്നോടാണ് പറയുന്നത്. ഇവിടെ എന്താ കാണിക്കുക? എന്ത് മാത്രം പേരെ പുറകെ ഞാൻ നടന്നു. സത്യം പറഞ്ഞ നച്ചലി അലക്കെന്ന് പറയണി. പോകണ്ട. നിന്റെ പകയും നിന്റെ ദേഷ്യവും നിർത്താൻ ഞാൻ പറഞ്ഞതാ. നിർത്തിയില്ല. ചാകളുള്ളവരെ ചത്തുപോയി. പിന്നെ എന്റെ പുറകെ പകണ്ടോന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ വായിരിക്കുന്ന കേൾക്കരുത് കേട്ടാ. അയ്യോ, സത്യം, ഞാൻ ഇത്രക്കൊരു നട്ടലില്ലാത്തവരാണല്ലോ കയറി പ്രേമിച്ചത്. അതുമല്ല, ഇയാൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ എന്റെ വാശിയും വൈരോഗ്യമൊക്കെ കൊണ്ടു നടന്നത്. എന്റെ നഗവല്ലേ, ഞാൻ പറയുന്നത് കേക്കെ. നിന്റെ വാശിയും വൈരാഗ്യമൊക്കെ വിട്ട് നീ എന്റെ കൂടെ വാ. തോം ഡാൻസ് സ്കൂൾ ഇട്ടിരിക്കുക. അവിടെ ഇഷ്ടം പോലെ പരിപാടിയാ. മെഗാഷോ കളിക്കാം. നല്ല ചോള കിട്ടും. നിന്റെ ഈ പഴം ഏത് പാട്ടായിരുന്നു? എന്തോ ഒരു മുறை വന്ന് പാട്ടായി. ആ പാട്ടൊക്കെ പഴഞ്ചനായിട്ട് ജനം കേട്ട് മടുത്ത്. അതുപോലെ നാഗവല്ലിയ നിന്നെ ആർക്കും വേണ്ടതായി. നീ ഔട്ട് ഓഫ് ഭാഷ ആടി. കൂട്ടുകാരില്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കോ ചായ. എന്നാലും എന്റെ നാഗു നാട്ടിൽ ഇത്ര ആമ്പിള്ളേരായിട്ട് ഈ കോന്തരാണ് നിനക്ക് കിട്ടി. എന്തിനുള്ള അടിയാളാ? ചുമ്മാതിൽ ഇവിടെ പകയം കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളല്ലേ കൂടെ വന്ന് കയറുന്നത്. എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റിയതാ. പക്ഷേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇപ്പൊ ഒരാള് വന്നിട്ടുണ്ടല്ലോ. വരട്ടെ, എന്റെ മച്ച വരട്ടെ. കൊണ്ടുവന്നു.
കൊണ്ടുവന്നു അയ്യോ, കാഞ്ചന കൊണ്ടുവന്നു. അവനാണ്. അവൻ കൊണ്ടുവരും. കൊണ്ടുവാടാ. നീ കൊണ്ടുവരണേ. വേണ്ട, നീ ബോസ് വേണ്ട, മാറങ്ങോട്ടെ. ഫസ്റ്റ് വെട്ടിന് കഴുത്തിലുണ്ടാക്കണം കേട്ടോ. എനിക്ക് വേണ്ട. കിടത്ത് വിടാം. കിടത്ത്. ഇതാരാ? ഇനി വെട്ടിയേക്കൂടെ ചെയ്യല്ലേ എന്നെ. എന്ത് പറ്റി കാഞ്ചന? നിനക്ക് എന്താ പറ്റി? കാഞ്ചനയോട് ഈ വഞ്ചന ചെയ്യരുതായിരുന്നു കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് തുറന്നു പറ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഉണ്ടല്ലോ, ഏതാ? മാടമ്പള്ളി തറവാട്. ഞാൻ മാടമ്പള്ളി തറവാട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പം അവിടെ നകുലനും ഇല്ല, സണ്ണിയും ഇല്ല, ഒരു മേപ്പാടനും ഇല്ല. ഈ മാടമ്പള്ളി തറവാട് ഇപ്പൊ റോഡ് പണിക്ക് വന്ന ബംഗാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ കൊണ്ട് ചെന്ന് കയറി കറവിൽ ഒറ്റ ചവിട്ടിയിട്ട് എവരടാ നകുലെന്ന് അങ്ങോട്ട് ചോദിച്ച്. അപ്പൊ ഒരു 10-35 ബംഗാളികള് നീ പണ്ട് ഒറ്റ കൈ കൊണ്ട് മുക്കിയ കട്ടിലില്ലേ, ആ കട്ടില് വെട്ടി നുറുക്കി അടുപ്പി വെച്ച് ചപ്പാത്തി വിട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് ഈ വാതിലിന്റെ സൈഡിൽ അവരെ കിഴങ്ങ് കയറി വെച്ചിരുന്നത് അതങ്ങ് തട്ടിപ്പോയി. ഒരു 6 അടി 8 ഇഞ്ച് വീതിയുള്ളൊരുത്ത വന്നി വഹിക്കുക, ഞങ്ങളെ ദേശീയ കറിയായ കിഴങ്ങേറ് തട്ടി കളഞ്ഞോടാന്നും ചോദിച്ചോണ്ട് പഴുത്ത ദോശക്കല്ലെടുത്ത് എന്നെ ഒരൊറ്റ അടി ചെവിക്കല്ലിന്. ചോദിക്കായിരുന്നില്ലേ അങ്ങോട്ട്? 35 പേർക്ക് തികയോന്ന് അറിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് കയറി ചോദിക്കുന്ന മോശമല്ലേ. മരം വെട്ടാൻ ചപ്പാത്തി ചോദിക്കാനല്ല, നീ കാഞ്ചനാന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? കാഞ്ചനയാണെന്ന് പറഞ്ഞ് അപ്പൊ അമ്മാര് പറയാം അമ്മാര് കഞ്ചാവാണെന്ന്. കഞ്ചാവ് എടുത്തിട്ടിരിക്കുന്ന അമ്മമാർക്ക് എന്ത് കാഞ്ചന. അത് മാത്രമല്ല 10-30 ബംഗാളികൾ ഒട്ടൊക്കെ താമസിക്കുന്നിടത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് വെച്ച് എനിക്ക് പെണ്ണും കൂടെ ആവുമല്ലോ. ചിലവന്മാരുടെ ഇടി മാത്രമല്ലായിരുന്നു ചിലവന്മാർക്ക് ലക്ഷ്യം. മാത്രമല്ല എല്ലാം സഹിക്കാൻ തീക്കനല് വാരി എന്റെ തിക്കറിനകത്തിട്ട് നിനക്ക് അറിയാവുന്ന രീതി അവന്മാരുടെ കാര്യം പറഞ്ഞുകൂടായിരുന്നോ? അതെങ്ങനെ പറയൂ? എനിക്ക് ഹിന്ദി അറിയില്ല, അവന്മാർക്ക് തമിഴും അറിയില്ല, ഭാഷ അറിയാതെ നിന്ന് ഇടിയുള്ളുവായിരുന്നു ഈ കാഞ്ചന. പിന്നെ എങ്ങനാ കുഞ്ഞെ നീ അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? എങ്ങനെ രക്ഷപ്പെട്ടെന്നാ? അവസാനം ആൾക്കൊന്നുക്ക് 5 ചപ്പാത്തി വെച്ച് ഞാൻ തന്നെ ഇരുന്ന് പരത്തി അടച്ച കട തുറന്ന് കിഴങ്ങ് മേടിച്ച് കിഴങ്ങ് കറി ഉണ്ടാക്കി കൊടുത്ത് എന്റെ കാശിമാല വിറ്റ് 30 പാക്കറ്റ് ഹാൻസും കൊടുത്ത് ഹെഡ്ഫോണിൽ പാട്ടും കേൾപ്പിച്ച് ഉറക്കിയിട്ടാ ഞാനിങ്ങോട്ട് വന്ന്. ഇനി ഈ വഞ്ചന എന്നോട് കാണിക്കല്ലേ. എന്റെ പക എന്റെ കട്ടപ്പുക കണ്ടിട്ട് നിനക്ക് നിന്റെ പക ഇല്ലടി നാകൂ. അണ്ണാച്ചി